കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് തെറിച്ച് റോഡിൽ വീണു. ഇറങ്ങുന്നതിനിടെ ബസ് മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. കുട്ടി വീണിട്ടും ബസ് നിർത്താതെ പോയി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഗോകുൽ രമേശ് നൽകും കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ. ഗോകുൽ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയും. ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും ബസ് ഒന്ന് നിർത്താനോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് നോക്കാനോ പോലും തയ്യാറാകാതെ സ്വകാര്യ ബസ് അധികൃതർ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അത്ര വലിയൊരു അപകടം നടന്നിട്ടും ആ ബസ് നിർത്താതെ പോയി എന്നുള്ളത് തന്നെയാണ് അപകടം, അല്ലെങ്കിൽ എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ്, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് നിർത്തി അത് ആ വിദ്യാർത്ഥി ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ അവർ നിർത്തിയില്ല. ബസ് പെട്ടെന്ന് തന്നെ വീണ്ടും മുന്നോട്ട് തന്നെ പാഞ്ഞു. ആ സമയത്താണ് കുട്ടി പെട്ടെന്ന് തെറിച്ച് താഴെ വീഴുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തത്. കുട്ടിയുടെ ദേഹത്ത് കൂടി ആ വാഹനം കയറി ഇറങ്ങാഞ്ഞത് ഭാഗ്യം കൊണ്ടാണെന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. കാരണം അത്രത്തോളം ഭീതികരമായിരുന്നു ആ അപകടം. അത് ആ വിദ്യാർത്ഥി എന്തായാലും ഭാഗ്യം കൊണ്ട് പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവിടെയുള്ളവർ കൂടിയ കുട്ടിയെ അവിടെ നിന്നും മാറ്റി പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി. എങ്കിൽ പോലും കാര്യമായ പരിക്കുകൾ ആ കുട്ടിക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഴയിൽ എന്ന് പറയുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് കുട്ടി തെറിച്ച് വീണത്. ഈ കുട്ടി വീണതിന് ശേഷം ബസ്സുകാർ നിർത്താനോ അതിനുശേഷം അല്ലെങ്കിൽ ഈ അപകടം അറിഞ്ഞ ഭാവം നടിക്കാനോ പോലും തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് പരിശോധിച്ചതിന് ശേഷം ഈ ബസ് അധികൃതർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.